ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഫ്ലിപ്പ് അപ്പ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. ഫ്ലിപ്പ് അപ്പ് അല്ലെങ്കിൽ കിപ്പ് അപ്പ് എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മൾ മാർഷൽ ആർട്സ് അറിയാവുന്നവരൊക്കെ ചെയ്യുന്ന കാര്യമാണിത്. നമ്മൾ മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ജസ്റ്റ് അതൊന്ന് കാണിക്കാം. ഇതാണ് സംഭവം. അപ്പോൾ ഇത് എളുപ്പമാണ്, പക്ഷെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് 2 സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞാൽ കുറച്ച് എക്സസൈസ്, പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ നമുക്ക് എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്ട്രെച്ച് ചെയ്യാനാണ്. നമ്മൾ സ്പൈനിൽ സ്ട്രെച്ച് ചെയ്യുന്ന കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിൻ്റെ കിപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 1-2 ഒരു പ്രീ ആയിട്ട് ചെയ്ത് നോക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ സ്ട്രെച്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഒന്ന്, ഇത് കുറച്ച് നേരം നമ്മൾ നിൽക്കുക. അടുത്ത നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്രാസന എന്ന് പറയും. അത് ചെയ്യും. ഇതാണ് ചക്രാസന. ഇത് ചെയ്യാം. കുറച്ചു നേരം നിൽക്കുക. ഓക്കെ, ഇത് ഇത്രയും നമുക്ക് ബേസിക്കലി ചെയ്യാൻ പറ്റണം. പിന്നെ ഇതിൻ്റെ അടുത്ത പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിപ്പപ്പ് ചെയ്യുമ്പോൾ കൈ കൊണ്ടൊന്ന് പുഷ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചക്രാസനയിൽ നിന്നല്ലോ അതിൽ പുഷപ്പ് ഒരു 5 പ്രാവശ്യമെങ്കിലും അറ്റ്ലീസ്റ്റ് അല്ലെങ്കിൽ 3 പ്രാവശ്യമെങ്കിലും എടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് കാണിക്കാം. നിന്നു 1 2 3 4 5 അറ്റ്ലീസ്റ്റ് 5 പ്രാവശ്യമെങ്കിലും ചെയ്യാനായിട്ട് ട്രൈ ചെയ്യണം. അല്ലെങ്കിൽ 3 പ്രാവശ്യമെങ്കിലും ചെയ്യാനായിട്ട് ട്രൈ ചെയ്യണം. അടുത്തൊരു കാര്യം ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിപ്പപ്പ് ചെയ്യുമ്പോൾ കാലുകൊണ്ട് കിക്ക് ചെയ്യണം. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻ പാർട്ട്. ഓക്കെ, അപ്പോൾ അത് കിക്ക് ചെയ്യാനായിട്ട് നമ്മൾ പവർ വരുമ്പോൾ കുറച്ച് പവർ കൊടുക്കും, മാക്സിമം പവർ കൊടുക്കണം. അപ്പോൾ അത് നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിപ്പോവും ആദ്യം അറിയാതെ. അപ്പോൾ എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് പറയുമ്പോൾ. അപ്പോൾ ഇത് അറ്റ്ലീസ്റ്റ് ഇത് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാലേ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കിടക്കാൻ പറ്റും. അതായത് കിക്ക് ചെയ്യേണ്ട വിധമാണ് പറയുന്നത്. കണ്ടോ, ഇത് ഞാൻ ചെയ്യുമ്പോൾ ഞാൻ കിക്ക് ചെയ്തപ്പോൾ എൻ്റെ ബോഡി പൊന്തി, ബെഡിൽ നിന്ന് പൊന്തി. ഓക്കെ, അപ്പോൾ അത് അറ്റ്ലീസ്റ്റ് അത് ചെയ്ത് കഴിഞ്ഞാൽ അത്ര ഈ ബോഡി ബെഡിൽ നിന്ന് പൊന്നാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് മറ്റേ ചെയ്യാൻ പറ്റില്ല, കിപ്പപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാൻ പറ്റണം. ഇത് നമ്മൾ ആദ്യം പ്രാക്ടീസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് എക്സസൈസ് എന്നുള്ള ലെവലിൽ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഒന്ന് സ്ട്രെച്ച് ചെയ്യേണ്ട കാര്യം പറഞ്ഞു, ചക്രാസന, പിന്നെ ചക്രാസനകളിൽ പുഷപ്പ്, ബാക്ക് പുഷപ്പ് എന്ന് പറയും. പിന്നെ ഉള്ളത് ഈ പറഞ്ഞ കിക്ക് ചെയ്യേണ്ട കാര്യം. ഓക്കെ, ഇത്രയാണ് എക്സസൈസ് എന്നുള്ള എക്സസൈസായിട്ട് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ എക്സസൈസിൻ്റെ കാര്യം പറഞ്ഞു. ഇനി നമ്മൾ ഇത് ഫസ്റ്റ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോകണം. അപ്പോൾ ട്രൈ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുകയാണല്ലോ. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യം നമ്മൾ മര്യാദയ്ക്ക് ശരിക്കും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ പൊന്തി പുറം നിലത്തൊന്ന് ഇടിക്കും. അപ്പോൾ പുറം ലേശം വേദനിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അത് വേദനിക്കും. അപ്പോൾ നമുക്കൊരു ബെഡിൻ്റെ മുകളിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് കംഫർട്ടബിൾ ആയിരിക്കും പഠിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് നമുക്ക് റിയലായിട്ട് പിന്നെ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇത് ബെഡ് വരണം നമ്മൾ സംഘടിപ്പിക്കുക. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കിപ്പപ്പ് ചെയ്യാനായിട്ട് 2 കാര്യമുണ്ട്. അതായത് ഒന്ന് കാലുകൊണ്ടുള്ള കിക്ക്, പിന്നെ അതിൻ്റെ ഒരു ടൈമിങ് വെച്ചിട്ടുള്ള കൈ കൊണ്ടുള്ള പുഷ്.
ഓക്കെ, ഇത് രണ്ടുമാണ്, ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പം കിക്കിന്റെ എക്സസൈസ് എങ്ങനെ കിക്ക് ചെയ്യണം എന്നുള്ള എക്സസൈസ് നേരത്തെ പറഞ്ഞായിരുന്നു. പിന്നെ കൈയോടുള്ള പുഷ് എങ്ങനെ കൊടുക്കണം. അപ്പൊ അതിന്റെ ഒരു ടൈമിംഗ് ആണ് നമ്മൾ ഇതില് അതിന്റെ കംപ്ലീറ്റ് ഒരു പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള. ഇത് ഓരോരുത്തർ ചെയ്യുന്നതും എല്ലാവരും ഏകദേശം ഒരേ ഐഡിയ തന്നെയാണെങ്കിലും കാണാനായിട്ട് ഓരോരുത്തരുടെയും ഓരോ യൂണിക്കാണ്. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല വേറെ ആള് ചെയ്യുന്നത്. അങ്ങനെ പല വിധത്തിലായിരിക്കും. ഇപ്പോൾ നമ്മൾ മൂവീസിൽ തന്നെ പലതും കണ്ടു കാണും. പലരും ചെയ്യുന്നതിലും വ്യത്യാസങ്ങളുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മുടേതായ ഒരു ഐഡിയ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എനിക്ക് പറ്റുന്ന അല്ലെങ്കിൽ ഞാൻ ട്രൈ ചെയ്ത് സക്സസ് ആയ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഇതിൽ ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൈന്റെ പൊസിഷൻ നേരത്തെ ചക്രാസനം ചെയ്തപ്പോൾ കൈന്റെ പൊസിഷൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതാണ്, അതായത് നമുക്ക് ഇവിടെ ഇങ്ങനെ പുഷ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിൽ കാണണം. അങ്ങനെ വേണം കയ്യിലേക്ക്. അത് ഇപ്പൊ ചിലര് ചെയ്യുമ്പോ ഇങ്ങനെയൊക്കെ വെച്ച് ചെയ്യും. അപ്പൊ അത് കണ്ട് നമ്മളത് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വിരലിന് പ്രശ്നം വരാൻ ചാൻസ് ഇല്ല. അപ്പൊ അത്രയും പവർഫുൾ ആണ്, കോൺഫിഡന്റ് ആണെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ഏറ്റവും സേഫ് എന്ന് പറയുന്നത് ഇങ്ങനെ, അത് ചുമ്മാ ഇങ്ങനെ വെക്കില്ല. അപ്പൊ ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകാൻ ചാൻസ് ഉണ്ട്. ചുമ്മാ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൈ ഫുള്ള് ഇങ്ങനെ പോട്ടെ. അതായത് നമുക്കിത് പുഷ് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ അതുപോലെ കൈ വെക്കുക. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കിക്ക്. അപ്പൊ നേരത്തെ ഞാൻ കിക്കിന്റെ കാര്യം കാണിച്ചിരുന്നു. അപ്പൊ അത് നമുക്ക് പൊന്താൻ വേണ്ടി ഞാൻ കാണിച്ച ഒരു കാര്യമാണ്. നമുക്ക് കിക്ക് ശരിക്കും റിയൽ ഇതിൽ കിക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കിക്ക് ചെയ്യുന്നു ഒരു 45 ഡിഗ്രി, അല്ലെങ്കിൽ നേരെ 90 ഡിഗ്രി അല്ല, ഒരു 45 ഡിഗ്രി, പക്ഷെ 90 ഡിഗ്രി അല്ല. എങ്ങനെ കിക്ക് ചെയ്യുന്നു, ആ കിക്ക് ചെയ്ത് പൊങ്ങുന്നതോട് കൂടിയാണ് നമ്മൾ പുഷ് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? കിക്ക് ചെയ്യുന്നു, നമ്മൾ പൊങ്ങുന്നതോട് കൂടി പുഷ് ചെയ്യുന്നു. അപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ ഒന്നും ശരിയാവില്ല. അത് കുറച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഞാൻ ഇതുപോലെ കുറെ പ്രാക്ടീസ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ടൈമിംഗ് ഉണ്ട്. അതായത് കിക്ക് ചെയ്ത പൊന്തുന്ന ആ ടൈമിലുള്ള പുഷ്, അപ്പോഴാണ് പെർഫെക്റ്റായി ലാൻഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത് നമുക്കത് നോക്കി നോക്കാം. ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇത്രയാണ് നമുക്ക് കിപ്പപ്പ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ. അത് കിക്ക് ചെയ്യുന്നു, പുഷ് കൊടുക്കുന്നു. അതായത് കിക്ക് ചെയ്ത പൊന്തുന്ന ഉടനെ പുഷ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതിൽ മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിക്ക് ചെയ്യുമ്പോൾ ബോഡി പൊന്തിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അത് ചെയ്താൽ മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ പൊന്തുന്നതിൻ്റെ ഒപ്പം കിപ്പപ്പ് ചെയ്യുമ്പോൾ ആ പൊന്തുന്ന സമയത്ത് തന്നെ പുഷും കൊടുക്കണം. ഓക്കെ, ഇത് ഒറ്റയടിക്ക് തന്നെ ശരിയാവില്ല. ഒരു 10-50 തവണ ചെയ്യേണ്ടി വരും. പല ദിവസങ്ങളൊക്കെ ആയിട്ട് ചെയ്യേണ്ടി വരും. പക്ഷെ നമുക്ക് പറ്റും. ഓക്കെ, ആ ചക്രാസനം തന്നെ ബാക്ക് പുഷപ്പ് തന്നെ കുറച്ച് പ്രാവശ്യം ചെയ്യുമ്പോൾ ഒരു ദിവസം ഒരു 5 എണ്ണം വെച്ച് ഒരാഴ്ച ചെയ്യുമ്പോൾ തന്നെ, ഒരാഴ്ച 2 ആഴ്ച ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് വരും. അപ്പോൾ പിന്നെ പുഷ് കുഴപ്പമുണ്ടാവില്ല. കിക്ക് പിന്നെ ബോഡി പൊന്തുക എന്നുള്ളതുകൊണ്ട് ശ്രദ്ധിക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവും വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഓൾ.